മൺസൂൺ ഓഫർ. ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് ടെസ്റ്റുകൾക്ക് 150 രൂപ മാത്രം. ലാബ്സ് MHL, എറിയാട്, കാര, അസ്മാബി കോളേജ്. ഗ്രാമം കലാ സാംസ്കാരിക സംഘടന അനുമോദനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അഞ്ചപ്പാലം ഗ്രാമം കലാ സാംസ്കാരിക സംഘടന SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിച്ചു. മറ്റ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നടത്തി. സാംസ്കാരികമായിട്ടായാലും പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾക്കായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതൊരു പ്രദേശത്തിൻ്റെയും ഒരു നട്ടെല്ല് എന്ന് തന്നെ പറയാം ഓരോ സാംസ്കാരിക സംഘടനകളും. അത് നല്ല രീതിയിൽ കാര്യമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഏറ്റവും സന്തോഷകരം. കാരണം നല്ല ഒരു കാര്യമുണ്ടായാൽ, ഒരു അപകടമുണ്ടായാൽ അവിടെയെല്ലാം ഓടിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ജനങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു സംഘടനയാവുമ്പോൾ അപ്പോൾ ആ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഇടപെടാനും പ്രവർത്തിക്കുവാനും സാധിക്കും. ഇവിടെ കുറേ കൊച്ചുമക്കൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. 10ാം ക്ലാസ്. നഗരസഭാ കൗൺസിലറും സംഘടനാ പ്രസിഡന്റുമായ രവീന്ദ്രൻ നടുമുറി അധ്യക്ഷത വഹിച്ചു. പ്രവർത്തനം എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും ഔഷധം അനുഭവിക്കുന്നവരുടെയും സാധാരണക്കാരുടെയും കുട്ടികളുടെ ഇടയിലൊക്കെ നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 16ാമത് വർഷമാണ് കുട്ടികൾക്ക് ഇവിടെ ഇന്ന് ഈ വേദിയിൽ 130ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഇവിടെ വിതരണം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏതു വിഷയത്തിലായാലും സംഘടനയെ സമീപിക്കുന്ന ഒരു വ്യക്തിനെ നിരാശപ്പെടുത്താതെ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നടത്തുന്ന സംഘടനയാണ്. ഇന്ന് ഈ വേദിയിൽ തന്നെ കനാൻ ചികിത്സാ സഹായം ഒരു ചെറിയ സംഖ്യയാണെങ്കിൽ കൂടി അത് ഈ വേദിയിൽ വെച്ച് കൈമാറുകയാണ്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഹനാൻ ചികിത്സാ സഹായം, വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം എന്നിവയും നടന്നു. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ റൈറ്റർ സിജു നന്ദനൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വാർഡ് കൗൺസിലർ അലിമ റഷീദ്, സംഘടനാ സെക്രട്ടറി TS തിലകൻ, ജോയിന്റ് സെക്രട്ടറി KP ഷിനേഷ്, സുനിൽ പഴൂക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു.